പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഏതാണ് ദിവസം? ഇന്ന് ചൊവ്വാഴ്ച, സെപ്റ്റംബർ 10 ചൊവ്വാഴ്ച. പിന്നെ സെപ്റ്റംബർ 10 ഒരു നല്ല ദിവസമൊക്കെ പറ. നിങ്ങൾ എല്ലാവർക്കും നല്ലത് ആശംസിക്കും. നല്ല കുട്ടികൾ എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ ചെയ്യും. എല്ലാവർക്കും സമൃദ്ധിയുടെ സംവത്സരത്തിന്റെ പുതിയൊരു ദിവസം. വളരെ നന്ദിയുണ്ട്. താങ്ക് യു. അപ്പം ഇന്ന് സെപ്റ്റംബർ 10 അനിഴമാണ്. മറ്റേ മലയാള മാസം നോക്കുമ്പോ അനിഴമാണ് ഇന്ന്. ചിങ്ങം 25. അതെ, ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ, 5 ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ തിരുവോണത്തിന്. അപ്പൊ എല്ലാവരും തിരുവോണത്തിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് സന്തോഷിക്കാൻ നേരത്തെ തന്നെ. അതെ, ഇപ്പോഴാണ് നല്ല ഡിസ്കൗണ്ട് കിട്ടും ഓടിച്ചിട്ട്. അതെ അതെ, കടയിലൊക്കെ ഒടുക്കത്തെ തിരക്കാ, സ്റ്റോക്കില്ലെന്നൊക്കെ പറയുന്നത്. എന്ത് ചെയ്യാൻ, കല്യാണി പോയാൽ മതി. കല്യാണി പോയാൽ മതി. അവിടെ സ്റ്റോക്ക് അങ്ങനെ പെട്ടെന്ന് തീരില്ല. പൃഥ്വിരാജിന്റെ ആരെങ്കിലാണോ? അത് അല്ല ആഡി സെയിലാണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും തീരില്ലല്ലോ. പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. അപ്പം ഇന്നത്തെ പ്രധാന വാർത്തകളായിട്ട് പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതും പി അൻവറിന്റെ വിഷയം മണിപ്പൂരിലെ വിഷയമാണ്. അതിൽ മണിപ്പൂരിലെ വിഷയമാണ് കുറച്ചും കൂടെ ഒരു പ്രശ്നബാധിതമായിട്ട് നമുക്ക് പറയാനുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് എവറിഡേ എല്ലാ ദിവസവും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ കലാപത്തിന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ചെറിയൊരു വഴക്കിന്റെ സ്വഭാവം തന്നെ വളരെ ബ്രൂട്ടലായിരിക്കുമ്പോൾ ഒരു കലാപം നടക്കുന്ന ഒരു സംസ്ഥാനത്തെ അവസ്ഥ എന്ന് പറയുന്നത് അത് കുറച്ചധികം എന്താ പറയാ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിപ്പൂരില് ഇംഫാലിൽ ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള ഭയങ്കര സീരിയസ് ആയിട്ടുള്ള തെരുവ് യുദ്ധത്തിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഒരു കലാപം തന്നെയാണ് ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, രാജ്ഭവനിലേക്ക് കല്ലേറ് നടത്തുകയും തൗബാൽ കളക്ടറേറ്റില് മെയ്ദിയുടെ പതാക ഉയർത്തുകയൊക്കെ ചെയ്ത സംഭവം ഇതുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കുന്നുണ്ട്. പക്ഷെ ഇവർ പറയുന്നത് ദേശീയ പതാക മാറ്റിയിട്ട് ഈ തൗബാൽ കളക്ടറേറ്റിൽ മെയ്ദിന്റെ പതാക ഉയർത്തിയെന്നാണ് പറഞ്ഞത്. പക്ഷെ ദേശീയ പതാക മാറ്റിയിട്ടല്ല ഉയർത്തിയെന്നാണ് കളക്ടർ പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ തന്നെയുള്ള പോക്പിയയില് ഒരു വിമുക്ത ഭടനെ അടിച്ചു കൊല്ലുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരിക്കുകയാണ്. 10 മരണമാണ് ഒരാഴ്ചക്കുള്ളില് മണിപ്പൂരില് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഇത് എങ്ങനെ ഇത്രയും കണ്ടിട്ട് എന്താണൊരു എന്താ പറയാ, ഇതിനെ വേണ്ട രീതിയിൽ അടിച്ചമർത്താനുള്ള ഒരു ബാക്കി എല്ലാ കാര്യങ്ങളും അടിച്ചമർത്താൻ ആളുകളും കാര്യങ്ങളും ഉണ്ട്. ഇത് എന്താണ് വേണ്ട രീതിയിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ ഇതുവരെ ആർക്കും പറ്റുന്നില്ല എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ്. ഇത്രയും വലിയ സർക്കാർ സംവിധാനങ്ങളും നിയമങ്ങളും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും? 18 മാസത്തോളമായിട്ടുള്ള ആക്രമണത്തിന് ഇതുവരെ ഒരു അറുതി ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതെ, അപ്പം ഈ കലാപം തുടരുന്നതിന്റെ ഇടയിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ള പറയുന്ന കാര്യം, ഇവര് രാജ്ഭവൻ നേരെ കല്ലേറ് നടത്തുകയുണ്ടായി. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കും, കുട്ടികൾ ഇത്രമാത്രം ഇതാക്കുന്നു, അവർക്കെതിരെ പ്രതിഷേധിക്കുന്നു. അപ്പൊ 12 കുട്ടികൾക്ക് പരിക്കുണ്ടാവുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ സാഹചര്യം. മാത്രമല്ല, വിമുക്ത ഭടന്റെ പേര് ലിം കോലൻ മാത്തെ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം അറിയാതെ എന്താ പറയാ ഈ കാങ്പോക്പി മേഖലയിലേക്ക് അദ്ദേഹം അബദ്ധത്തിൽ ചെന്ന് വാഹനം ഓടിച്ചത്. മെയ്ദികളുടെ ഒരു ഏരിയയാണ്, അബദ്ധത്തിലാണ് അദ്ദേഹം അവിടെ ചെന്നത്. ആ മനുഷ്യനെയാണ് അടിച്ച് കൊന്നത്. അതെ, അവര് വേറൊരു വംശജനാണല്ലോ വിചാരിച്ചതായിരിക്കും. അതെ, എന്നിട്ട് അവരുടെ നമ്മൾ കണ്ടതാ ഏറ്റവും ക്രൂരതയുള്ള ഒരു ഫേസ് നമ്മൾ കണ്ടാണ്. സ്ത്രീകൾ രക്തം ഒലിപ്പിച്ചത്, അങ്ങനെ തെരുവിലൂടെ ഓടുന്നതിന്റെ, കൂട്ടബലാത്സംഗം ചെയ്യുന്നതിന്റെ ഒക്കെ വേദനിപ്പിക്കുന്ന വാർത്തകൾ നമ്മളാണ്. അതേപോലെ തന്നെ ഈ മനുഷ്യനെ അവരടിച്ചു എന്നിട്ട് ചോരയിൽ കുളിച്ച ഇദ്ദേഹത്തിന്റെ മൃതദേഹം ബാക്കിയുള്ള ആളുകൾ എന്തോ വലിയൊരു എന്താ പറയുക കാര്യം സംഭവിച്ചതുപോലെ കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ആ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അതായത് കൊന്നതിന് ശേഷം അതിന്റെ വീഡിയോ എടുത്ത് ഒരു സംഭവം. അതെ അതെ, ഇപ്പം ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഈ വിമുക്ത ഭടന്റെ മൃതദേഹമാണ് വേറെ കുഞ്ഞു കുട്ടികളടക്കമുള്ളവരെ കാണിക്കുന്നത്.
അപ്പൊ ഈ കാണിക്കുന്ന കുട്ടികളുടെ ഉള്ളിലും ആ ഒരു വംശീയ ചിന്ത വളർത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചാണ്. ഇത് ഈ കൊച്ചു കുട്ടികളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള വിഷം കുത്തിക്കയറ്റി നിറയ്ക്കുകയാണ്. എന്നിട്ട് അവരെ ഇതുപോലുള്ള ആളുകളാക്കി മാറ്റുക എന്നുള്ളതൊക്കെ പറഞ്ഞാൽ വേദനാജനകമായ കാര്യമാണ്. അതായിരിക്കും ഇതുപോലുള്ള കലാപം ഇപ്പോഴും തീരാതെ. അതായത് നമ്മൾ ചെറുപ്പമായിരുന്നപ്പോ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പടർത്തി വിട്ട വർഗീയത, അതാണ് ഇപ്പോഴും നമ്മുടെ പല ജനങ്ങളിൽ ഇപ്പോഴും കാണുന്നത്. അത് തന്നെയാണ് ഇതിന്റെയൊക്കെ കാരണവും. അപ്പം ഒരാഴ്ചക്കിടയിൽ 10 മരണമായി എന്നാണ് പറയുന്നത്. 9 ദിവസത്തിനിടെ കൊല്ലപ്പെട്ടത് 11 പേരെന്നാണ് പറയുന്നത്. ഈ മണിപ്പൂരില് മുഴുവൻ അപ്പൊ ഇവിടെ ആവശ്യങ്ങൾ, ഈ വിദ്യാർത്ഥി സംഘടനയുടെ ആവശ്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മണിപ്പൂരിലെ മുഴുവൻ മെയ്തൈ നാഗ MLA മാരും രാജിവെക്കുക, DGPയും സുരക്ഷാ ഉപദേഷ്ടാവിനെയും മാറ്റുക, യൂണിഫൈഡ് കമാൻഡിന്റെ ചുമതല മുഖ്യമന്ത്രി ബിരേൻ സിംഗിന് കൈമാറുക, മണിപ്പൂരിലെ പ്രാദേശിക അഖണ്ഡത നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം. ഈ ബിരേൻ സിംഗ് തന്നെയാണ് കുങ്കി വംശജർക്കെതിരെയുള്ള ഈ കലാപം നടന്ന സമയത്ത് മെയ്തി അനുകൂലമായിട്ടുള്ള ഒരു രീതി സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ ഇവരെ, അതായത് മെയ്തികൾക്ക് അനുകൂലമാണ്. അതൊരു ഭരണകൂടം അവർക്ക് അനുകൂലമായിരിക്കുമ്പോൾ പോലീസിനോ ബാക്കിയുള്ളവർക്കോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനാണ് പറ്റത്തില്ല. അപ്പം ഈ മനുഷ്യനാണ് ആ രീതിയിൽ, അല്ലെങ്കിൽ മെയ്തികളെ സപ്പോർട്ട്, അവരെ ഒന്നും ചെയ്യരുത്, അവരെ ഇങ്ങനെ അടിച്ചുവിടുന്ന ഒരു രീതി അദ്ദേഹമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ മെയ്തി വംശരാഴ്ചയുള്ള കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇദ്ദേഹത്തിന് സപ്പോർട്ട് പറയുന്നത്. മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ ആശീർവാദത്തോടെയാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ സംഘടിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് ഒരു പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഗവർണർ L ആചാര്യയോട് അഭ്യർത്ഥിച്ചൊരു കാര്യം, തീവ്ര കുങ്കി സംഘടനകളെ മാവോയിസ്റ്റുകൾ ഡീൽ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ അർദ്ധ സൈനിക വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ബിരേൻ സിംഗ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അവരെ അടിച്ചമർത്തുക എന്നുള്ളത്. ഇതിൽ 2 പക്ഷത്തുള്ള ആളുകളെ സേഫ് ചെയ്തുകൊണ്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന്, ആള് കത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് തോന്നുന്നത്. അറിയില്ല, ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് ഇത്. അതിന്റെ ഒപ്പം തന്നെ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇപ്പം കുങ്കി വിഭാഗത്തിന് ഇപ്പം ആസാം റൈഫിളിന്റെ ഒരു പ്രൊട്ടക്ഷനാണ് ഉള്ളത്. ആ പ്രൊട്ടക്ഷൻ മാറ്റി അവിടെ CRPF വിന്യസിക്കണമെന്ന് ഈ സംസ്ഥാനത്ത് വന്ന, അല്ലെങ്കിൽ അവിടെ സന്ദർശിച്ചിട്ടുള്ള ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ കേന്ദ്രത്തിന് ശുപാർശ നൽകുകയും ചെയ്തിട്ടുള്ള വിവരം വരുന്നുണ്ട്. ഈ ആസാം റൈഫിൾസിനെ ഈ രീതിയിൽ പിൻവലിക്കുക ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളായിരിക്കും കുങ്കികൾക്ക് ഇനിയും നേരിടാണ്ട് വരുന്നത്. കാരണം ഇപ്പോ ഈ കുങ്കി വംശജരെ ഒരു പരിധി വരെ, അവരുടെ കുങ്കി വംശജരുടെ കയ്യിൽ കമ്പയർ ടു മെയ്തിക്കാർ ഭയങ്കര കുറച്ച് ആയുധങ്ങളാണ് ഉള്ളത്. മെയ്തി സമൂഹത്തിന്റെ കയ്യിലുള്ള പവറും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലൊക്കെ കുറവാണ് ഈ കുങ്കി വംശജരം. അപ്പം ഇപ്പോഴും കുങ്കി മേഖലയിലെ സുരക്ഷാ മേഖലയിൽ 70% വരുന്ന ഈ ആസാം റൈഫിൾസിലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് അവർ ഒരു പരിധി വരെ കുറച്ചൊന്നും പ്രൊട്ടക്ട് ആയി നിൽക്കുന്നത്. അത് മാറ്റി CRPF ഉദ്യോഗസ്ഥർ വരുമ്പോൾ അത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകളും 38 ഒത്തിരി സ്ത്രീകളും ബാക്കിയുള്ളവരും എല്ലാം ഈ രീതിയിൽ മെയ്തികളെ ഈ ആസാം റൈഫിൾസിനെ പിൻവലിക്കരുത് എന്നുള്ള ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പിൻവലിച്ചാൽ വംശഹത്യ നടക്കും എന്നുള്ള ടെൻഷനിലാണ് എന്നുള്ളൊരു വാർത്ത കൂടി അതിനോട് പുറത്തു വരുന്നുണ്ട്. കാരണം നമ്മൾ കണ്ടതാണല്ലേ, ആലോചിച്ചൊക്കെ ഇതിനു മുമ്പും കലാപങ്ങൾ ഉണ്ടായ സമയത്ത് പോലീസുകാരൊക്കെ നോക്കി കുട്ടികളായിട്ടുള്ള അനുഭവങ്ങളുള്ള, അതെ, നമ്മൾ ഗുജറാത്ത് കലാപത്തിന്റെ ഒക്കെ റിപ്പോർട്ടുകളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം പോലീസുകാർക്ക് ഒന്നും ചെയ്യാനില്ലാതെയും ഒരു ഭരണകൂടം വിചാരിച്ചാൽ ഒരു കലാപം നിർത്താൻ പറ്റത്തില്ലേ? അപ്പൊ അത്രയും പറ്റാത്തൊരു കഴിവ് കെട്ടൊരു ഭരണകൂടമാണോ നമ്മള്? അല്ല, അങ്ങനെയല്ല. നമ്മൾ അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണകൂടമാണ്. അപ്പം ഈ വിഷയങ്ങളിൽ ആരെടുക്കുന്ന, ഇപ്പം നമുക്ക് ഇതിന്റെ വലിയ കാര്യങ്ങളെ പറ്റിയൊന്നും അറിയില്ലെങ്കിൽ പോലും ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ ബാക്കിയുള്ള ഭരണകൂടങ്ങളും അവരുടെ ഒപ്പം നിൽക്കണം എന്നൊരു കാര്യമുണ്ട്. അത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. എന്താണ് അതിനൊരു ഇനീഷ്യേറ്റീവ് ആരും എടുക്കാത്തതെന്ന്
എത്രമാത്രം ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ആൾക്കാർ ഇപ്പൊ അത് നോക്കുന്ന പോലും ഇല്ലെന്നുള്ളതാണ്. അവര് എന്ത് ചെയ്യാന്നുള്ളത് നമുക്ക് അറിയില്ല. അവരതിലൂടെ ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കൊടുക്കുന്നില്ല. അവര് പുറകിൽ നിന്ന് കളിക്കുകയാണോ അതോ ഇത് ഈ അക്രമം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അടുത്ത പരിപാടികൾ ചെയ്യുകയാണോ ഒന്നും നമുക്ക് അറിയുന്നില്ല. എന്ന് മുതൽ തുടങ്ങിയൊരു പ്രശ്നമാണ് ഇപ്പോഴും ഇത്തരത്തിൽ നിലനിൽക്കുന്നതെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ തെരുവ് യുദ്ധം അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഈ രീതിയിൽ പ്രതികരിക്കുകയും അല്ലെങ്കിൽ കുങ്കി വംശജരായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ അവരെ ഒരു ഉപദ്രവിക്കാനൊക്കെ തോന്നുന്ന അത്രമാത്രം റൂട്ടഡ് ആയിട്ടുള്ള വർഗീയത ഇവരെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നതുകൊണ്ടാണ് ഇവരിപ്പോ പ്രതികരിക്കാൻ തുടങ്ങി. ഇത്ര നാൾ ഇവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രതികരിക്കാൻ തുടങ്ങുന്നതുകൊണ്ടാണ് അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ വീണ്ടും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യത കൂടുതൽ. അതായത് മിണ്ടാതിരുന്നവർ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ അത് വലിയ അക്രമങ്ങളിലേക്ക് വഴിവിടത്തേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് വലിയ ഇന്ത്യയിൽ തന്നെ ബാധിക്കാൻ പോകുന്ന വലിയൊരു യുദ്ധമായി മാറാൻ സാധ്യതയുള്ള കാര്യമാണ് ഇപ്പൊ മണിപ്പൂര്. അത്രത്തോളം കത്തുന്നുണ്ട് ഇപ്പൊ മണിപ്പൂർ. അതെ, അപ്പൊ അതൊരു പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ ഉള്ളത് PV അൻവറിന്റെ വെളിപ്പെടുത്തലുമായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെയാണ്. അപ്പം ഈ RSS ബന്ധം മേധാവിക്ക് അല്ലെങ്കിൽ പോലീസ് മേധാവിക്ക് ഉന്നയിച്ചതിനെ തുടർന്ന് വളരെ വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക സംസ്ഥാന ഭരണകൂടം നേരിടുന്നത്. അപ്പം അജിത്തിനെ തള്ളാൻ സമ്മർദ്ദം ഏറുന്നു എന്നൊരു വാർത്ത കൂടി ഇതിനോട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. കാരണം ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഇവരെ കൈവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ മുന്നണി കൈ ഒഴിഞ്ഞതാണ്. നിങ്ങൾ തീരുമാനിച്ചോ എന്നുള്ള കാര്യം പറഞ്ഞ് മുന്നണികളെല്ലാം കൈ ഒഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം ഉള്ളത്. അപ്പം ഇത് എത്ര നാള് ഇനിയും എത്ര കാലം ADGPയെ സംരക്ഷിക്കുമെന്ന് നോക്കിയിരിക്കുകയാണ് മുന്നണികളെന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അജിത് കുമാറിനെ കൈവിടുക എന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിൽ പാർട്ടിക്ക് തലയൂരാൻ അല്ലെങ്കിൽ സാധിക്കുന്ന ഒരേ ഒരു കാര്യം. അപ്പൊ അത് തലയൂരുക എന്ന് പറയുന്നത് പാർട്ടിയുടെ ഇത്രയും കാലത്തെ വിശ്വസ്തനായിട്ടുള്ള ഒരു മനുഷ്യനിൽ നിന്ന് തലയൂരുക എന്ന് പറയുന്നത് അത് പാർട്ടിക്ക് അല്ലെങ്കിൽ ഭരണകൂടത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ ഇവരെന്താണ് അതിനകത്ത് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പില്ല. അപ്പം അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ RSSനുമായി കൂടിക്കാഴ്ച ഉണ്ടെന്ന് സമ്മതിച്ചതിന് തുല്യമാണ്. അല്ലെങ്കിൽ കൂടിക്കാഴ്ചക്കെതിരെ ഒരു അന്വേഷണം ഇതുവരെ സർക്കാരിൽ നിന്നും വന്നിട്ടില്ലെന്നുള്ളത് ഒരു ഇതാണ്. കാരണം ഇത് ഇപ്പൊ ഒരുപാട് പേര് ചർച്ചകൾ ചെയ്യുന്നുണ്ട്. കൂടിക്കാഴ്ച നടത്തിയത് അവര് തന്നെ സമ്മതിക്കുന്നുണ്ട്. ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്, ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിന് എന്തിനാണെന്നുള്ളത് ഇതുവരെ ചർച്ച ചെയ്യാത്തതെന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. അതെ. അതേപോലെ തന്നെ CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ പറഞ്ഞത് RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയ സംഭവം രാജ്യത്താകമാനം ചർച്ച ആണ്. പലതരത്തിലാണ് ഊഹാപോഹങ്ങൾ. ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം വേണം. കൂടിക്കാഴ്ചയുടെ ആവശ്യം എന്തായിരുന്നുവെന്ന് വ്യക്തമാക്കപ്പെടണം. വിവാദം എന്ത് പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന നേതൃത്വത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് D രാജ പറഞ്ഞിട്ടുള്ളത്. പ്രകാശ് കാരാട്ട് CPMന്റെ PB അംഗം പറഞ്ഞിട്ടുള്ളത് കേരള ADGPയുമായി നമുക്കെന്ത് ബന്ധം? വിഷയം സംസ്ഥാന സർക്കാരുകൾ കൈകാര്യം ചെയ്യും. വളരെ മികച്ച. CPM ദേശീയ ജനറൽ സെക്രട്ടറി D രാജയുടെയാണ് ഇപ്പൊ പറഞ്ഞത്. M ഗോവിന്ദനും പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ADGPക്ക് എതിരായിട്ടുള്ള അന്വേഷണം അട്ടിമറിക്കാനുള്ള കഴിവൊന്നും കേരളത്തിലുള്ള ആർക്കും ഇല്ലെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. DGPയാണ് കേസ് അന്വേഷിക്കുന്നത്. പക്ഷെ അട്ടിമറിക്കാനുള്ള ഒരു കഴിവില്ലാത്ത ആൾക്കാരാണ് കേരളത്തിൽ എന്നാണ് പുള്ളി പറയുന്നത്. സൈക്കോളജിക്കൽ മൂവ്. അതെ. അപ്പം അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. പിന്നെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചെറിയ 2 അപ്ഡേറ്റുകളാണ്. അതെ. അത് പിന്നെ അങ്ങനെയാണല്ലോ, പുതിയ വാർത്തകൾ വരുമ്പോൾ പഴയ വാർത്തകൾ പതിയെ തളരാന്നല്ല അങ്ങോട്ട് മാറി. എന്താണെങ്കിലും ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രത്യേക ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗ് ഇല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഹർജികൾ പരിഗണിക്കുന്നതിന് രൂപീകരിച്ച പ്രത്യേക ഹൈക്കോടതി ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗ് ഇന്ന് നടക്കും. ജസ്റ്റിസുമാരായ MK ജയശങ്കർ നമ്പ്യാർ, CS സുധ എന്നിവരടക്കമാണ് ബെഞ്ചിലുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം സർക്കാർ
ഹൈക്കോടതിക്ക് കൈമാറി. പ്രവർത്തകർ അറിയിച്ച നവാസ് നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് റിപ്പോർട്ടിന് സമർപ്പണം കോടതി ആവശ്യപ്പെട്ടത്. എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ അടുത്ത അപ്ഡേറ്റ്സ് ഇനി എന്താണെങ്കിലും വരും. കാരണം ആദ്യം ബെഞ്ചിങ് സിറ്റിംഗ് കഴിഞ്ഞാണല്ലോ അതിന്റെ നടപടികളൊക്കെ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള കാര്യങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ നടപടികളൊക്കെയുള്ള കാര്യങ്ങളും ഇനിയാണ് വരാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്, പറയാം ഞാൻ പറയട്ടെ രണ്ടെണ്ണം. ഒരു കാര്യം എന്ന് പറയുന്നത് മുകേഷിനെ സംരക്ഷിക്കുന്ന നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നുള്ളൊരു കാര്യം മലയാള മനോരമ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം കിട്ടി എന്നുള്ളൊരു കാര്യമാണ്. 30 ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന കോഴിക്കോട് പ്രിൻസിപ്പൽ ജില്ലാ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 2012 യുവാവിനെ നമ്മൾ കേസ് കേട്ടതാണ്. യുവാവിനെ പരിചയപ്പെട്ട് അദ്ദേഹത്തെ ഹോട്ടലെത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസ് വന്നത്. അതിനകത്താണ് ഇപ്പം മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നത്. അതെ, വേറെ എന്ത് പറയാനാ. പിന്നെ വേറൊരു അപ്ഡേറ്റ് ഉള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് എംപോക്സ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പം ആ എംപോക്സ് എന്ന് പറയുന്നത് അത്ര വലിയ അപകടം ഉള്ളതല്ല, അല്ലെങ്കിൽ അപകടം കുറഞ്ഞൊരു വകഭേദം ആണെന്നുള്ളൊരു റിപ്പോർട്ടുകൾ കൂടി അതുമായിട്ട്. അതെ അതെ അതെ. അപ്പം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1000 രൂപ വരെ ഉത്സവ ഭത്യായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത അബിൻ വർക്കി തലയടിച്ചു പൊട്ടിച്ച കേസുണ്ട്. പുള്ളി എന്താണെങ്കിലും കന്റോൺമെന്റ് SIക്കെതിരെ നിയമ നടപടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രവർത്തകർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തി പരിക്കേൽപ്പിക്കാൻ നേതൃത്വം നൽകിയ കന്റോൺമെന്റ് SI ജിജു കുമാറിനെ ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ആഭ്യന്തര സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. പരാതി നൽകേണ്ട കാര്യമാണ്. ആക്രമിക്കുന്നതിന് കുഴപ്പമില്ല, ഒരാളുടെ ജീവന് വരെ അപകടമാകുന്ന തരത്തിൽ ആക്രമണം ഒരു പക്ഷേ ശരിയല്ല. അതിനെ ചെയ്യണം. നമ്മൾ ആദ്യം അൻവറിന്റെ വിഷയം പറഞ്ഞല്ലേ, RSSമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യമൊക്കെ. അപ്പൊ പറഞ്ഞിട്ട് നമ്മുടെ സ്പീക്കർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. RSS രാജ്യത്തെ പ്രധാന സംഘടനയാണ്. ADGP കണ്ടതിൽ തെറ്റില്ല, അപാകത ഇല്ലെന്നാണ് നമ്മുടെ സ്പീക്കർ പറഞ്ഞിട്ടുള്ളത്. അതെ, AN ഷംസീർ അദ്ദേഹമാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് അതും ആരോഗ്യ മേഖലയിൽ നിന്ന് തന്നെയുള്ള വാർത്തയാണ്. ഇനി മുതൽ അർബുദ രോഗങ്ങൾക്കുള്ള 3 മെഡിസിൻ അടക്കമുള്ള മരുന്നുകളുടെ വില കുറയും, അല്ലെങ്കിൽ വില വെട്ടിക്കുറച്ചു എന്നൊരു വാർത്തയും അതുമായി ചേർന്ന് വയ്ക്കുന്നുണ്ട്. അതെ അതെ. ഇനി വില കുറഞ്ഞ ക്യാൻസർ മരുന്നുകൾ ലഭ്യമാകും എന്നാണ് പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു ബിസിനസ് മേഖല എന്ന് പറയുന്നത് ക്യാൻസറുമായി ബന്ധപ്പെട്ട മേഖലയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും സിനിമ ആണ്, മറ്റാണ്, മറിച്ചാണ് മേഖലയാണ് ക്യാൻസർ. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തന്നെയാണ്. ലൈക്ക് സബ്സ്റ്റൻസ് അബ്യൂസ് ആണ്, ലൈക്ക് സിഗരറ്റ്, സ്മോക്കിംഗ് ഒക്കെ. പക്ഷെ ഒരു സ്ഥലത്തെയും ഗവൺമെന്റ് വേണ്ട രീതിയിൽ ഇത്തരം കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു പണ്ട് ഞാൻ ഇവിടെ വായിച്ചാണ്. അപ്പം കാരണം നമ്മളന്ന് സംസാരിച്ചില്ല, ഇതുപോലത്തെ ലഹരി കള്ളും സിഗരറ്റിന്റെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുമാനം നമ്മുടെ സർക്കാരിന് കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കാം എന്താണെങ്കിലും സിഗരറ്റും കിടക്കുന്നത്, മരുന്ന് തരുന്നതും ഗവൺമെന്റ്, മരുന്ന് വില കുറയ്ക്കുന്നതും ഗവൺമെന്റ്, സിഗരറ്റിന് വില കൂട്ടുന്നതും ഗവൺമെന്റ്. അപ്പം അതൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ടാണ് പറയുന്നത്. ഇനി ബാക്കിയുള്ള വാർത്തകളിലോട്ട് പതിയെ പതിയെ പോയി നമുക്ക് മണിപ്പൂരിലെ കലാപം ചർച്ച ചെയ്തപ്പോ തന്നെയുള്ള ഒരു നമ്മുടെ ലോകത്തിൽ തന്നെ ഒരു ഇതാണ് സിറിയൻ ഇസ്രായേലി ആക്രമണം. 18 മരണമുണ്ടായി. മധ്യ സിറിയയിലെ സൈനിക താവളത്തിൽ ഇസ്രായേലി സേന നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 5 പേർ നാട്ടുകാരും മറ്റുള്ളവർ സൈനികരും. 13 പേർ ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ്. സംഭവത്തിൽ ആയുധ നിർമ്മാണം ബന്ധപ്പെട്ട ഒരു ഗവേഷണ കേന്ദ്രം ആക്രമിക്കപ്പെട്ടതായി സിറിയൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും
ലോകത്ത് മുഴുവൻ ആക്രമണം. എത്ര പേര്, ഒന്നും അറിയാത്ത എത്ര പേരൊക്കെ മരിച്ചു വരുന്നല്ലേ. അടുത്തത് നമ്മുടെ ഓസ്ട്രേലിയയില് ആദ്യമായിട്ട് ഇന്ത്യക്കാരൻ മന്ത്രിയായിട്ടുണ്ട്. അതായത് പാല മൂന്നിലവ് സ്വദേശി ജിൻസൺ ആൻഡോ ചാൾസ് ആണ് ഓസ്ട്രേലിയയിലെ മന്ത്രിയാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. അതുപോലെ തന്നെ ആന്റണി എംപിയുടെ സഹോദരന്റെ മൂത്ത മകനാണ് ചാൾസ്. നോർത്തേൺ ടെറിട്ടറി സ്റ്റേറ്റിലെ സാൻഡേഴ്സൺ മണ്ഡലത്തിൽ നിന്ന് ലിബറൽ പാർട്ടി ടിക്കറ്റിലാണ് വിജയിച്ചത്. ലേബർ പാർട്ടി പ്രതിനിധിയും മുൻ ആഭ്യന്തര മന്ത്രിയുമായ കേറ്റ് വെർഡനെയാണ് പരാജയപ്പെടുത്തിയത്. കായികം, കല, സംസ്കാരം, യുവജനക്ഷേമം വകുപ്പുകളാണ് ലഭിച്ചത്. അതെ, ഇന്ന് ഇന്ത്യൻ സമയം 7-നാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഏത് വേറെ രാജ്യങ്ങളിൽ പോയി മന്ത്രിയാകുന്നത് നമ്മുടെ തന്നെ നാട്ടുകാരൻ ഒരാള് UK-യിൽ ഇപ്പൊ പ്രസിഡന്റ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല, ഞാനങ്ങനെ ഇഷ്ടക്കേടാക്കുന്നത്. അപ്പം പുള്ളിക്കാരന് കൺഗ്രാജുലേഷൻസ്. അതെ, എല്ലാവിധ ആശംസകളും. നന്നായിട്ട് ഭരിക്കട്ടെ. അതെ, കേരളത്തിൽ നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ ഓസ്ട്രേലിയ നന്നാക്കാം. അത് ശരി. ഏതൊക്കെയാണ് പുള്ളി ഡീൽ ചെയ്യുന്ന മേഖലകള്, അല്ലെങ്കിൽ പുള്ളിനെ എന്തിലൊക്കെയാണ്? കല, സംസ്കാരം, യുവജനക്ഷേമം, കായികം തുടങ്ങിയ വകുപ്പ്. നല്ലതല്ലേ, ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റിയ മേഖല. നീ എങ്ങനെ പറയുന്നേ? കല, കായികം ഇതിൽ തന്നെ ഉണ്ട് ഒരു മലയാളികളുടെ ടച്ച് അല്ലേ? കായികം പിന്നെ കലയിലും കായികത്തിലൊക്കെ മലയാളികൾ കണ്ടിട്ടുള്ളൂ, എന്റെ അഭിപ്രായം. അതെ, അതേപോലെ തന്നെ കൈ നിറയെ ഓണത്തിന് കൈനീട്ടം ഉണ്ടെന്നുള്ള കാര്യമാണ് ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ തൊഴിലുറപ്പുകാർക്ക് 1000 രൂപയുടെ എന്താ പറയുക ഉത്സവ ഭത്ത, കയർ തൊഴിലാളികൾക്ക് 10 കോടി രൂപയുടെ ബോണസിനുള്ള പരിപാടികൾ, ദേശീയ സമ്പാദ്യ പദ്ധതി, അതിൽ നമ്മുടെ ഇതിന്റെ ഏജന്റുമാർക്ക് ഒരു 19 കോടിയിലധികം രൂപ എന്ന് അവർക്ക് അനുവദിച്ചു എന്ന് തുടങ്ങിയിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ കൂടി. ട്രെൻഡ് തുടങ്ങിയോണ്ട് ഇപ്പൊ നിറച്ച് ഡ്രസ്സിന്റെയും പൂക്കളുടെയും ശർക്കരയുടെയും ഒക്കെ ഓണച്ചന്തകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഉദ്ദേശിച്ചത്. ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ സ്കൂളിലൊക്കെ പിള്ളേർ ഇങ്ങനെ ചത്തി മിനിങ്ങാൻ ഇപ്രാവശ്യത്തെ ട്രെൻഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തോ കളറൊക്കെ ഉള്ള ഒരു സാധനം, കളർക്കോട് പിടിക്കൂല പിള്ളേര്. ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ടൗണിൽ പോയാൽ മതി, കാണാൻ പറ്റും. അതെ, ടൗണിൽ പോവാനല്ലേ, രാവിലെ 9 മണിക്ക് ഇവിടെ വന്ന് 7 മണിക്ക് ഇറങ്ങി ടൗണിൽ പോകണം അല്ലേ? ഓണം അടിച്ചു പൊളിക്കണമെങ്കിൽ ഡ്രസ് കോഡ് വേണം, ഓഫ്കോഴ്സ് ഡ്രസ് കോഡ് വേണം. നിർബന്ധമൊന്നുമില്ലല്ലോ. കോളേജിൽ അടിച്ചു പൊളിക്കണം ഡ്രസ് കോഡൊക്കെ. ഞാനിങ്ങനെ ഡ്രസ് കോഡ് ചെയ്തിട്ടില്ല. അതെ അതെ. അപ്പം ഇന്നലെ പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥ വാർത്തയായിട്ട് വന്നൊരു കാര്യമായിരുന്നു 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മഴയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ഉണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ സംസ്ഥാനത്തെ 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായിട്ടുണ്ട്. കേരള തീരം മുതൽ കർണാടക തീരം വരെയുള്ള ന്യൂനമർദ്ദ ബാധയും ദുർബലമായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ മഴ കുറയുമെന്നാണ് വിലയിരുത്തൽ. ഓക്കെ, അപ്പോൾ വെള്ളത്തിലാവത്തില്ലായിരിക്കും. ഇന്നലെ ആരോ പറഞ്ഞിരുന്നു ആവത്തില്ലായിരിക്കും, മഴ കുറഞ്ഞ വെളുത്തു കറുത്തു. അപ്പോ അതുകൊണ്ട് തിരുവോണത്തിന് മഴ പെയ്യില്ല. അതെ, കേട്ടിട്ടില്ലേ? അത്തം കറുത്താൽ ഓണം വെളുക്കും. അപ്പം ഓണം വെളുത്താൽ അത്തം കറുക്കും. അതെ, അങ്ങനെയല്ല. ഇനി എന്താന്ന് വെച്ചാൽ നമ്മള് ഓണം ആവുമ്പോ എല്ലാരും പോയി കുപ്പിയൊക്കെ എടുത്ത് ആഘോഷിക്കാറുണ്ടല്ലോ. അപ്പൊ ഓണത്തിന്റെ എല്ലാരും അല്ല, ചിലർ. ഓക്കെ, അപ്പൊ ആ ഓണത്തിന്റെ ലഹരി ഒഴുക്ക് തടയാനായിട്ട് 20-ാം തീയതി വരെ പ്രത്യേക ഡ്രൈവ് തീരുമാനിച്ചിരിക്കുക. അതായത് ഓണക്കാലത്ത് അനധികൃത മദ്യത്തിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഒഴുക്ക് നിയന്ത്രിക്കാൻ നാളെ മുതൽ 20 വരെ പ്രത്യേക ഡ്രൈവ് നടത്താനായിട്ട് ജില്ലാ കളക്ടർ ജോൺ വി സാമുവലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളുമായി സഹകരിച്ചും സംയുക്ത സ്ക്വാഡുകളുടെ നേതൃത്വത്തിലും കർശന പരിശോധന നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളുമുണ്ട്.
അത് ഹോട്ടലുകളിലെ പ്രത്യേക പാർട്ടികൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ പോലീസിന്റെ അനുമതി വേണം. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഡ്രഗ്സ് കൺട്രോളറുടെ നേതൃത്വത്തിൽ മരുന്നുകടകളിൽ പ്രത്യേക പരിശോധന നടത്തും. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും. സ്വകാര്യ വാഹനങ്ങളിൽ മദ്യവും ലഹരി വസ്തുക്കളും കടത്തുന്നത് കണ്ടെത്താൻ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പരിശോധന ഉണ്ട്. പിന്നെ കായൽ മേഖലകളില്, ജില്ലാ അതിർത്തികളില് തുടങ്ങിയവയിലെല്ലാം പരിശോധനയുണ്ട്. റെയിൽവേ സ്റ്റേഷനില്, പ്രധാന ഇടങ്ങളില്, പിന്നെ പോലീസ് എക്സൈസ് വിഭാഗങ്ങളുടെ രാത്രികാല പട്രോളിങ്ങും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും വളരെ കെയർഫുൾ ആയിരിക്കുക. കുഴപ്പമില്ല, സർക്കാർ അനുവദിക്കുന്നുണ്ട് ഒരു ദിവസം ഒരാൾക്ക് 3 ലിറ്റർ വരെ മേടിക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല. അത് കൊണ്ടു നടക്കുന്നതിന് ബില്ലുണ്ടെങ്കിൽ 3 ലിറ്റർ ഒന്നും പറ്റില്ലാത്തവരെന്ത് ചെയ്യും? 3 ലിറ്റർ രണ്ടുപേരും ഒരുമിച്ച് 6 ലിറ്റർ മേടിക്കണം. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. കുറയ്ക്കാമെന്നില്ല, സൊല്യൂഷൻ കണ്ടുപിടിച്ചോണ്ട് വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തന്നുള്ളൂ. അതെ, ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യമാണ് അല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലത്തെ പറഞ്ഞാണ് മദ്യമാണ് ഏറ്റവും വലിയൊരു സാമ്പത്തിക സ്രോതസ് കേരള സർക്കാർ. നിങ്ങൾ ഓണം കഴിഞ്ഞിട്ട് നോക്കുക, ആ പത്രത്തിൽ ആ ഫ്രണ്ട് പേജ് ഓണക്കാലത്ത് വിറ്റ് പോയത് റെക്കോർഡ് വരുമാനം എന്നും പറഞ്ഞു പത്രത്തിൽ. അത് ശരി, ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിന് അങ്ങനെയുണ്ട്, ഓണത്തിനും വരും. എല്ലാം സർക്കാർ തന്നെയാണ് പറയുന്നത്. എല്ലാം സർക്കാർ തന്നെ. ഇത് അറിയാം, കളികളല്ലേ ഇതിന്റെ പുറകെ കളിക്കുന്നുണ്ട്. ആരൊക്കെ കളിക്കുന്നുണ്ട്. മേടിക്കേണ്ടവൻ മേടിക്കും, അടിക്കേണ്ടവൻ അടിക്കും. അതെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേറൊരു കാര്യമാണ് കേരള പോലീസ് സേനയിൽ വേണ്ടത്ര സ്റ്റാഫുകളില്ല എന്നുള്ളൊരു കാര്യം. ആ കാര്യം പോലീസ് അസോസിയേഷൻ അതൊരു വിമർശന വിധേയമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അത് എന്തുകൊണ്ടാണ് പലപ്പോഴും വേണ്ടത്ര ജനശ്രദ്ധ കിട്ടാത്തതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ വിചാരിച്ച് 56 പേരെങ്കിലും ഉണ്ടെങ്കിൽ സുഗമമായി വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ 36 പേരടക്കം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 18 മണിക്കൂറൊക്കെയാണ് ഒരു പോലീസുകാരന് ജോലി ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഇവര് ഫ്രസ്ട്രേറ്റഡ് ആവും, മനസ്സിലായോ? പിന്നെ അതെ, അതോ അതിന്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ 18 16 മണിക്കൂറൊക്കെ ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതാണ്. ആഴ്ചയിൽ ഒരിക്കൽ ലീവ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലീവ് കിട്ടുന്നില്ല ഇവർക്ക് പലർക്കും. അപ്പം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം മാത്രല്ല, ഇനി ഒരു ഉത്സവകാലമാണ് വരാൻ പോകുന്നത്. ശബരിമല വരുന്നു, അതേപോലെ തൃശ്ശൂർ പൂരം വരുന്നു. ഇതിനൊക്കെ ഒരുപാട് ആളുകളെ ഡ്യൂട്ടിക്ക് ഇടേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കാര്യമായിട്ടുള്ള ഇതാണ്. അപ്പൊ അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പോലീസ് സേനയിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കും, അവരുടെ സമ്മർദ്ദം കുറയ്ക്കാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അവരെ സമീപിക്കുന്ന ജനങ്ങൾക്കൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് തന്നെയാണ്. അപ്പൊ അതൊന്ന് എല്ലാവരും കാണുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും പാർശ്വവൽക്കരിക്കലും അതേപോലെ അരികവൽക്കരിക്കപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള ജനതയ്ക്കെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ പോലും പലപ്പോഴും ബാക്കിയുള്ള ആളുകൾ ഗണിക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പം ഇപ്പോൾ അട്ടപ്പാടിയിലുള്ള ആദിവാസി ജനവിഭാഗത്തിൽ നിന്ന് ആളുകൾ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് കാണിച്ചുകൊണ്ട് 38 പേരോ അത്രയും അടക്കമുള്ള ആളുകൾ 38 പേര് ചേർന്ന് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി കണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ഈ ഭൂമാഫിയയുടെ ഒരു അതിക്രമവും അതേപോലെ തന്നെ അത്തരത്തിലുള്ള അതിക്രമങ്ങൾ കൊണ്ട് ജീവിക്കാനാവാത്ത സാഹചര്യമാണ് അട്ടപ്പാടിയിലെ സാധാരണക്കാരായിട്ടുള്ള ആ ലാൻഡിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ആദിവാസി ജനവിഭാഗത്തിന് നേരിടേണ്ടി വരുന്നത്. ഒരു പക്ഷെ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ആദിവാസി ജനവിഭാഗം എന്താ പറയാ പാടെ തൂത്ത് കളയപ്പെട്ട പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകും എന്നാണ് അവര് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പം ഈ വിഷയത്തിലും ഈ വിഷയം അർഹിക്കുന്ന പരിഗണനയോടെ മുഖ്യമന്ത്രി ഡീൽ ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ വെള്ളാപ്പള്ളി ദൈവമേ നടേശന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ദൈവമേ, അപ്പം SNDPയുടെ എല്ലാമായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ 88ാമത്തെ പിറന്നാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷം കണിച്ചുകുളങ്ങരയിലെ വീട്ടിലാണ് നടന്നത്. ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അതെ അതെ, ശരിയാ. സെപ്റ്റംബറിൽ കുറെ ലെജൻഡറീസ് എനിക്കറിയാം. നിന്നെ ഞാൻ ഉദ്ദേശിച്ചില്ല.
ഒരു നമ്മളെ നാട്ടുകാരുടെ വെറൈറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് അറിയോ? റോഡിലെ കുണ്ടും കുഴിക്കും വേണ്ടി നാട്ടുകാരുടെ പ്രതിഷേധം. എന്താണ് പ്രതിഷേധം? പ്രതിഷേധിച്ചത് റോട്ടിൽ വാഴ വെച്ചു, ആ കുഴിയിൽ വാഴ വെച്ചു. ഇറ്റ്സ് നോട്ട് എ വെറൈറ്റി പ്രതിഷേധം. നാട്ടില് മുഴുവൻ അങ്ങനെയാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ പ്രതികരിച്ച് തുടങ്ങണം, ഇല്ലെങ്കിൽ കുഴി അങ്ങനെ തന്നെ ഇരിക്കും. വരുന്ന വഴിക്ക് നല്ല റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടേക്കും. കുത്തിപ്പൊളിച്ചിട്ട് നടുക്ക് തന്നെ വേറൊരു കുഴി വന്നേക്കുക. ഇങ്ങനെ വല്ല വാഴക്കകത്ത് വല്ല വാഴപ്പഴം ഏത്തപ്പഴം വരും, അത് ഉറപ്പാ. അതുവരെ ഈ റോഡ് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് നട്ട വാഴ വളർന്ന് അത് ഏത്തക്കൊലയായിട്ട് വരും, അതുവരെ ആ കുഴി അവിടെ കാണും. അതൊരു തവണ ഞാൻ എവിടെയോ കണ്ടിട്ടാണ് ഇതേപോലെ തന്നെ. അത് എന്തോ ബിരുദന്മാരൊപ്പിച്ചാണോന്ന് എനിക്കറിയില്ല. ഇതേപോലെ തന്നെ ഈ നടുക്ക് നട്ട വാഴക്കതൊരു കൊലയൊക്കെ ആയിട്ടൊരു പടം പണ്ട് വായിച്ച്. ഇത് ചെറിയ വാഴ തയ്യ, അത് വളർന്ന് പഴമായാലും ഒരു റോഡ് ശരിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേ അവസാനം ഇതായിരിക്കും ചെടി വെച്ച് മറ്റേ സിനിമയില് റോഡില്ല. അല്ല മറ്റേ സിനിമയില്ലേ പറക്കും തളികയില് ചെറിയ പൂക്കൾ വെച്ച്. അപ്പൊ മറ്റേ വിദേശത്തൊക്കെ ആൾക്കാര് നമുക്ക് മലയാളികളെ നോക്ക് റോഡ് വരെ അലങ്കരിച്ചിട്ടേക്കുവാണ്. പ്രകൃതിയോടുള്ള സ്നേഹം. അതെ അങ്ങനെ വിചാരിക്കും. അത് മാത്രല്ല ആ റോട്ടിൽ വീണ് ഒരു യുവതിക്കും യുവാവിനൊക്കെ തലയ്ക്ക് വരെ പരിക്കേറ്റിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവര് വാഴ വെച്ചേക്കുന്നത്. എന്താണെങ്കിലും നടപടി സ്വീകരിക്കാൻ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും, മണിപ്പൂരിൽ ഇത്രയും വലിയ വിഷയങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എവിടെയാണെന്ന്. എവിടെ പോയി? ടൂറിലൊന്നുമല്ല അദ്ദേഹം. ഇപ്പൊ അദ്ദേഹം ന്യൂഡൽഹിയിലെ ഹൈദരാബാദിലെ ഹൗസില് അബുദാബി കിരീടാവകാശിയായിട്ടുള്ള ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യക്കൊപ്പം ഉണ്ട്. എന്റെ അപ്പൊ എന്ത് പേരാണല്ലേ. മോദിജി. അപ്പം നമ്മുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ ശക്തമാക്കുന്നതിനും ഊർജ്ജ മേഖലയിൽ സഹകരണം ഉറപ്പുവരുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവരുടെ ഒരു കൂടിക്കാഴ്ച ഉള്ളത്. അപ്പൊ ആ തിരക്കിലാണ് നമ്മുടെ നിങ്ങളത് മനസ്സിലാക്കണം. സുരേഷ് ഗോപി എന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി എന്തോ പറഞ്ഞു, മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് സുരേഷ് ഗോപി. മണിപ്പൂരിൽ അടുത്തിടെ നടന്ന ആക്രമണം രാജ്യത്തിന്റെ മതേതരത്വത്തിന് നേരെയുള്ള ആക്രമണമാണെന്നും എല്ലാ സമുദായങ്ങളെ സംരക്ഷിക്കാനുള്ള ഭരണഘടനാപരമായ കടമ ഉയർത്തിപ്പിടിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ത്യ പോലുള്ള രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ ഇത്തരം ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത് അംഗീകരിക്കാനാകില്ല. ആക്രമണത്തെക്കുറിച്ച് സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണം. എല്ലാ സമുദായങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് അധിക സേനയെ വിന്യസിക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നടത്തി കൊടുത്തോളും. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്. മൗനം പാലിക്കേണ്ട നേതാക്കന്മാർ തന്നെയാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്നത്. നേതാക്കന്മാർ മൗനം പാലിക്കുകയാണ്. അല്ല, മനസ്സിൽ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, പുറത്തു വന്നത് വേറെ രീതിയിലാണ്. തെറ്റുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഒന്നും പറഞ്ഞില്ല. ഓക്കെ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കൊൽക്കത്തയിലെ ലേഡി ഡോക്ടർ കൊല്ലപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം CBI പറഞ്ഞു ഇതിനകത്ത് വേറെ ആളുടെയും കൈയില്ല. ആദ്യം പറഞ്ഞിട്ടുള്ള അതിൻ്റെ അയാളുടെ മാത്രമാണ് കൈയുള്ളത്, അല്ലെങ്കിൽ അയാൾ മാത്രമാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ വാർത്തകൾ പറഞ്ഞതാണ്. പക്ഷേ കൊൽക്കത്തയുടെ പോസ്റ്റ്മോർട്ടത്തിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ദുരൂഹതകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ രേഖകൾ ഹാജരാക്കാനും കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം ഇവരുടെ വസ്ത്രമില്ലേ, ഈ PG ഡോക്ടറുടെ വസ്ത്രങ്ങൾ പരിശോധനയ്ക്ക് കൈമാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഏറ്റവും വലിയ അവ്യക്തത ഉള്ളത്. അപ്പം ഇവ കൈമാറിയിട്ടില്ലെന്ന് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചതോടെയാണ് മൃതദേഹത്തിനോടൊപ്പം കൈമാറിയ വസ്തുക്കളെ കുറിച്ചുള്ള രേഖ ഹാജരാക്കാൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. മനസ്സിലായോ? അതിന്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ആയിരുന്നു ഈ പോസ്റ്റ്മോർട്ടം എന്നാണ് ബംഗാൾ സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. പക്ഷെ ചട്ടവിരുദ്ധമായിട്ട് 6 മണിക്ക് ശേഷമാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നുള്ളതും ഒരു കല്ലുകടിയായിട്ട് ഉള്ളൊരു കാര്യമാണ്. അതെ. സാമ്പിളുകൾ ചട്ടപ്രകാരം സൂക്ഷിച്ചില്ല എന്നൊരു വാദവും ഹർജിക്കാര് ഉയർത്തുന്നുണ്ട്. സാമ്പിളുകൾ വേണ്ട പോലെ കൈകാര്യം ചെയ്തില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ
ഭയങ്കര വലിയ പ്രതിഷേധമാണ് കൊൽക്കത്തയിലെ ഡോക്ടേഴ്സും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം ഇന്നലെ, അതായത് തിരികെ പ്രവേശിക്കാൻ, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ തിരികെ ജോലിക്ക് പ്രവേശിക്കണം എന്ന് കോടതി ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് പ്രതിഷേധം തുടരുന്നതിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കാരണം 23 രോഗികളാണ് ഇത്തരത്തിൽ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് കൊൽക്കത്തയിൽ കിട്ടാതെ, അതായത് അവരും സമരത്തിലാണെന്നുകൊണ്ടാണ് നിഷേധം ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്. അപ്പം ആ വിഷയത്തില് അപ്പം അങ്ങനെ ഒരു അത്രയും ആളുകള് മരിക്കുന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് കോടതി അത്തരത്തില് സമരക്കാരോട് ഒന്ന് ഇതാവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതേസമയം തന്നെ ഈ ഇരയായ ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടറിന്റെ ഫോട്ടോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയല്ലേ? അതെ, ഒരു ടൈമിൽ അത് വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു കണ്ടന്റ്സ് ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഒക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ അപരാജിത ബില്ലിൽ ഇവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആരും ഷെയർ ചെയ്തെന്ന് പറഞ്ഞത്. പിന്നെ അതില് കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ട് എന്നെ കാണിച്ചു തന്നാണ്. പറയുമ്പോ തന്നെ എനിക്ക് വിഷമം വരുന്നു. ആ കേസില്ലേ, അവരെ റേപ്പ് ചെയ്യുന്ന വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിൽ അത് സെർച്ച് ചെയ്തത്. ലൈക് ദേ നോ ദാറ്റ് ഇത് ഇങ്ങനത്തെ ഒരു കേസാണ്, അല്ലെങ്കിൽ ഇത് ഒരു ബ്രൂട്ടലായിട്ടുള്ള റേപ്പ് കേസ് ആണ് എങ്കിൽ പോലും സെർച്ച് ബാറുകളിൽ ആ ന്യൂസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് സെർച്ച് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത്. ടെലഗ്രാമിന്റെ ഇഷ്യൂ നടന്ന സമയത്തും ടെലഗ്രാം ഇന്ത്യ ബാൻ ചെയ്യണമെന്ന് ഉയർത്തിപ്പിടിച്ചപ്പോ ആദ്യം വന്ന ഒരു ഇതും ഇത് തന്നെയാണ്. കാരണം ടെലഗ്രാമിൽ അടക്കം ഇത് ആ വീഡിയോ ആണെന്നും പറഞ്ഞു ഒരുപാട് വീഡിയോകള് ഇതായിരുന്നു, സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഡോക്ടറിന്റെ വീഡിയോ ആണെന്നും പറഞ്ഞു ഒരുപാട് വീഡിയോസ് ടെലഗ്രാമിൽ കൂടെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതും ടെലഗ്രാം നിർത്തലാക്കണം എന്ന് വാദിക്കുന്നവർ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റാണ്. പക്ഷെ അതല്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും അതുപോലുള്ള ഒരുപാട് വീഡിയോസ് ടെലഗ്രാമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന അനേകം ആളുകളുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ടെലഗ്രാം നിർത്തലാക്കണം എന്ന് വാദിക്കുന്നത്. അപ്പം അതൊരു എജി കവർ ഹോസ്പിറ്റലിലെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അപ്പം അത് ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ മാർപ്പാപ്പ വടക്ക് കിഴക്കൻ തൈമൂറിൽ എത്തിയിട്ടുണ്ട്. അപ്പം അതിന്റെ അദ്ദേഹം തൈമൂർ ഡിലിയയിൽ കിഴക്കൻ തൈമൂർ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ അവിടെ വെച്ച് സ്വീകരണത്തില് വേദിയിൽ കുഞ്ഞിനെ ഒരു വേദിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ച കുഞ്ഞിനെ ആലിംഗനം ചെയ്യുന്ന ഒരു ഒരു ഫോട്ടോ എല്ലാം മലയാള മനോരമ കൊടുത്തിട്ടുണ്ട്. അപ്പം ജനസംഖ്യയോടെ, അതായത് ആ തൈമൂറിലെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന ആളുകൾ ഒരുമിച്ചുള്ള ഒരു പൊതു കുർബാന ഇന്ന് അദ്ദേഹം നടത്തും. അങ്ങനെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. നമ്മളെപ്പോഴും ഇനി അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് കുട്ടികളുടെ അവകാശങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹനിക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് വിദ്യാഭ്യാസമാണ് കുഞ്ഞുങ്ങൾക്ക് ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടതെന്നൊക്കെ നമ്മളെപ്പോഴും പറയുന്നതാണ്. അപ്പം ഗാസയിൽ സ്കൂളുകൾ അടഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് 11 മാസമായി എന്നുള്ളൊരു വാർത്തയും അതുപോലെ പറയുന്നു. യുദ്ധത്തിൽ 90% കുട്ടികളുടെ സ്കൂളുകളും കെട്ടിടങ്ങളും ഒക്കെ നശിച്ചു പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ കലാപങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതും വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാന്നല്ല, ഇതിന് വേണ്ട എടുക്കേണ്ട ആളുകള്, അല്ലെങ്കിൽ ഇതിന് സൊല്യൂഷൻ കാണാൻ സാധിക്കുന്ന ആളുകള് അല്ല, ഇവര് നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് പുടിൻ സംസാരിച്ച് ഇനിയും യുദ്ധമൊന്നും നടത്തില്ല എന്നിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വേറെ യുദ്ധം, ഇത് വേറെ യുദ്ധം, ലോകത്ത് മുഴുവൻ യുദ്ധം. എന്താണിത്? മറ്റേ പണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു 10 or 50 എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു കാർട്ടൂൺ വീണ്ടും കഴിഞ്ഞ ദിവസം ഞാനൊരു ഇതിനകത്ത് കണ്ടു, ഒരു പേജിനകത്ത് കണ്ടു. അതിങ്ങനെയാണ്, കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ സ്ഥലത്ത് ഓരോ കാറ്റഗറി കുട്ടികൾക്കെതിരെയുള്ള പ്രശ്നങ്ങളൊരു സ്ഥലത്ത് പല പ്രശ്നങ്ങളും നടക്കുകയാണ്. അതിൽ അവർക്കൊക്കെ കിട്ടുന്നത് 1 രൂപയോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു സേവനം എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞിത്. പക്ഷെ ഒരു സ്ഥലത്ത് മാറിയിട്ട് വാറെന്ന് പറഞ്ഞൊരു ഫാക്ട് ഇരിക്കുകയാണ്. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ, പൈസ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാഷ് മുഴുവൻ പോകുന്ന വാറിലേക്ക്. മനസ്സിലായോ? അത് എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ ഒരു കാര്യവും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്.
പിന്നെ ബാക്കിയുള്ള വാർത്തകളിലോട്ട് വരുമ്പോൾ ഐഫോൺ വാങ്ങാൻ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഉള്ള ഐഫോൺ വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് സുവർണ അവസരം. ഐഫോൺ 60 പുറത്തിറങ്ങിയിട്ടുണ്ട്. കാശുള്ളവരൊക്കെ പോയി വാങ്ങുക, കാശില്ലാത്തവർ അതെ കിഡ്നി വിറ്റ് വാങ്ങുന്നവർ കിഡ്നി വിറ്റ് വാങ്ങുക. കാരണം അങ്ങനെയൊക്കെ ചെയ്തവരുണ്ടേ. കൂട്ടുകാരുണ്ട് അങ്ങനെ. ഓക്കെ, ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ EMI ആണെന്ന് തോന്നുന്നു ഐഫോണൊക്കെ. പിന്നെ ട്രോൾ ഉണ്ടല്ലോ, ട്രോളൊന്നും ഞാൻ പറയുന്നില്ല, സെൻസർ ചെയ്യേണ്ടി വരും. ഓക്കെ ഓക്കെ. അപ്പം അതൊരു കാര്യമാണ്. അപ്പം വേണമെങ്കിൽ എത്രയാണ്? ചെറിയ പൈസ ഏകദേശം 67,000 രൂപയുള്ളൂ. ഏകദേശം 67,000 രൂപ, 70,000 രൂപ കുഴപ്പമില്ല. അത് 75,000 അല്ല 83,000 രൂപ വരെയാണ്, 84,000 രൂപ വരെ വരും. ഐഫോണിന്റെ എല്ലാ വകഭേദങ്ങളിലും AI അധിഷ്ഠിത ആപ്പിൾ A30 പ്രോസസ്സറുകളാണുള്ളത്. ഓക്കെ, അതൊക്കെ നമുക്ക് 18 6 മാസം കൂടെ വെയിറ്റ് ചെയ്യൂ. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 70 ഇറങ്ങിക്കോളും. ഞാനോർത്ത് 6 മാസം കഴിഞ്ഞ് എടുക്കാന്ന് പറയാം. അപ്പൊ അത് ഓരോന്ന് മേടിച്ചു കഴിയുമ്പോഴാണല്ലോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷൻ വരുന്നത്. അതെ അതെ, അതുകൊണ്ടാവും മേടിക്കാത്തത്. 10 കൊല്ലമായിട്ട് മേടിച്ചിട്ടില്ല. ഞാൻ അടുത്ത അപ്ഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അതെ. പിന്നെ അതേപോലെ തന്നെ ജമ്മു കാശ്മീരില് രജൌറയില് നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 2 ഭീകരരെ സൈന്യം വധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രാമേശ്വരം കഫേ സ്ഫോടന കേസിലെ പ്രതികൾ BJP ഓഫീസും ലക്ഷ്യം വെച്ചു എന്നൊരു വാർത്ത അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ കാണ്ഡഹാർ സിനിമ അല്ലെങ്കിൽ ആ ഹൈജാക്കിനെ പറ്റിയിട്ടുള്ള നെറ്റ്ഫ്ലിക്സിൽ വരാൻ പോകുന്ന ഒരു സിനിമയ്ക്കെതിരെ ANAയും കോടതിയിൽ പോയിട്ടുണ്ട്. കാരണം ഏജൻസിക്കെതിരെയായിട്ട് ഉള്ള എന്താ പറയാ, നിർമ്മാതാക്കൾക്കെതിരെ വാർത്താ ഏജൻസി ആയിട്ടുള്ള ANA ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഉള്ളടക്കങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചു എന്ന കേസിലാണ് ഇത് വന്നിരിക്കുന്നത്. ചില ആളുകൾ പറയുന്നത് കണ്ഡഹാറിൽ ആ വിമാനം റാഞ്ചിയ ആളുകൾക്ക് ഫേവർ ചെയ്തുകൊണ്ടാണ് സിനിമ വരുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ കയറി ഇറങ്ങി നടക്കുകയാണ് ഇവര്. കാണ്ഡഹാർ സിനിമ ഡിഫറെന്റ് ആണ്, ഹൈജാക്ക് ഡിഫറെന്റ് ആണ്. ആ സിനിമയിൽ അങ്ങനെ ഇന്നലെ നമ്മള് പറഞ്ഞില്ലായിരുന്നോ മറ്റേ കല്യാണത്തിന് മുമ്പ് ഒരു ചെറുക്കൻ നാട് വിട്ടു പോയെന്ന്. പുള്ളി ഇപ്പൊ കോയമ്പത്തൂർ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഇവര് തമ്മില് ഒരു 8 വർഷത്തെ പ്രണയത്തിനൊടുവിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച, എന്നിട്ട് ഞാൻ ഒരു 4 ദിവസം മുമ്പ് തീരുമാനിച്ച് പൈസ സെറ്റാക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് പോയതാണ്. പക്ഷെ തിരിച്ചു വന്നില്ല. അപ്പൊ ഇന്നലെ ഒരു CCTV ദൃശ്യം പുറത്തു വിട്ടതിനകത്തുണ്ടായിരുന്നു കോയമ്പത്തൂരിലേക്കുള്ള ബസ്സിൽ കയറുന്നതിന്റെ. അപ്പൊ കോയമ്പത്തൂർ ഉണ്ടെന്നും പറഞ്ഞ് ഇപ്പം പോലീസ് അങ്ങോട്ട് തിരഞ്ഞു പോയിരിക്കുകയാണ്. പാവാക്കുട്ടി ഇപ്പോഴും കാത്തിരിക്കുകയായിരിക്കും. അതെ അതെ, ജോസിന് അങ്ങനെ ചെയ്യാൻ പോകുന്നത്. ജോസിന് പെണ്ണ് കിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് പെണ്ണില്ലടാ. എന്റെ പെണ്ണ് എവിടെയെങ്കിലും കൊച്ചു TV കണ്ടിരിപ്പുണ്ട്. എനിക്ക് അത്രയ്ക്ക് പ്രായമൊക്കെ ഉണ്ട് കേട്ടോ. ചുമ്മാ ഇതാരെയും കാണുന്നുണ്ടെങ്കിൽ മറന്നുപോവാ, എല്ലാരും വെറുതെ പറഞ്ഞ അത്രയും ദാരിദ്ര്യത്തിൽ കാണുന്ന ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട വാർത്ത പറഞ്ഞേ. ചാണ്ടി ഉമ്മൻ മോദി സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ. മോദി സർക്കാരിന്റെയോ? യെസ്. സംഘപരിവാർ ബന്ധമുള്ളവർക്ക് മാത്രം ഇടം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ കോൺഗ്രസ് MLA ചാണ്ടി ഉമ്മനും ദേശീയ അതോറിറ്റിക്ക് വേണ്ടി എം പാനലിൽ ചെയ്ത അഭിഭാഷക പട്ടികയിലാണ് ചാണ്ടി ഉമ്മനും ഉൾപ്പെട്ടിട്ടുള്ളത്. 63 അംഗ പാനലിൽ 19ാമനായാണ് ചാണ്ടി ഉമ്മൻ നിൽക്കുന്നത്. ആദ്യമായാണ് ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ ഉൾപ്പെടുന്നത്. സംഘപരിവാർ ബന്ധമുള്ളവരെ മാത്രം ഉൾപ്പെടുത്തുകയാണ് ഇതുവരെ കേന്ദ്ര സർക്കാർ അഭിഭാഷക പാനലുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. വിമർശകർ പറയുന്നത് ചാണ്ടി ഉമ്മന് BJPയുമായി ബന്ധമുണ്ടോ? ബന്ധമില്ലാത്ത ആരും ഇല്ലല്ലോ. എല്ലാരും ഇപ്പൊ BJPയിലോട്ട് പോവാ. എന്നിട്ട് പറയാം ഞങ്ങൾ കോൺഗ്രസ് ആണ്, CPM ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലും വാർത്ത ഉണ്ടായിരുന്നു, സ്ക്രോൾ ചെയ്ത് പോയപ്പോ കണ്ടതാണ്. ഇതേപോലെ കോൺഗ്രസിന്റെ ഏതൊക്കെയോ നേതാക്കൾ BJP ചേരാൻ പോവാണ്. അത് പിന്നെ ഇലക്ഷൻ പറയുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ അതുമായിട്ട് അടുത്ത സമയങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം. പ്രധാനപ്പെട്ട വാർത്തയാണ്.
അപ്പം വേറൊരു ഇന്റർനാഷണൽ വാർത്ത ഉള്ളതെന്ന് പറയുന്നത് വിയറ്റ്നാമില് യാഗി താണ്ഡവം എന്ന് പറയുന്ന രീതിയിൽ ഒരു വാർത്തകൾ വരുന്നുണ്ട്. വിയറ്റ്നാമില് യാഗി ചുഴലിക്കാറ്റാണ് ഇപ്പോൾ ഉള്ളത്. അതില് 46 പേരാണ്. അതായത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു എന്താ പറയുക, ഈ വർഷം ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കാറ്റാണ് ഈ യാഗി എന്ന് പറയുന്നത്. 46 പേരാണ് മരിച്ചിട്ടുള്ളത്. 266 പേർക്കാണ് പരിക്കുള്ളത്. ഏഷ്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കാറ്റായിട്ടാണ് യാഗിയെ കണക്കാക്കുന്നത്. അപ്പം വിയറ്റ്നാമിലെ കാര്യങ്ങൾ കുറച്ചധികം എന്താ പറയുക കഷ്ടമുള്ളൊരു കാര്യമാണ്. പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 22 ആളുകളെയാണ് കാണാതായിരിക്കുന്നത്. ഇത് എപ്പോഴും ഈ ഇതിലൂടെ കടന്നു പോയതുകൊണ്ട് പക്ഷെ പണ്ടൊന്നും അത്രമാത്രം അതിനെ പറ്റിയിട്ട് നമ്മൾ അവെയർ അല്ലെങ്കിൽ പോലും ഇപ്പൊ എപ്പോഴും ഒരു നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതാ ഓർക്കുന്നത്. നമ്മൾ കടന്നുപോയ 2018 മുതൽ കടന്നു പോകുന്നൊരു ഇതുണ്ടല്ലോ. അപ്പൊ അത് എപ്പോഴും നമുക്ക് മനസ്സിൽ വരും. നാച്ചുറൽ കലാമിറ്റീസിന്റെ കാര്യം പറയുമ്പോൾ മുണ്ടക്കയില് 1769 ദുരിതബാധിത കുടുംബങ്ങൾക്ക് കിറ്റ് കിട്ടി. ഓണക്കിറ്റ് ഇപ്പൊ മുണ്ടക്കയെ കുറിച്ച് വാർത്ത എങ്ങനെ കുറഞ്ഞാണ് വരുന്നത്. അതിജീവനം നടക്കുകയല്ലേ. അതുകൊണ്ട് എന്താണെങ്കിലും ഓണക്കിറ്റ് കൊടുത്ത് ഒരു സന്തോഷം, അവരുടെ ഒരു സന്തോഷത്തിൽ അല്ലെ അവരുടെ സങ്കടത്തിൽ ഒരു ചെറിയൊരു തൂവൽ സ്പർശം, സ്നേഹത്തിന്റെ തൂവൽ സ്പർശം. അതെ. നമ്മൾ ഉക്രൈനിൽ നമ്മൾ പോയല്ലേ, നമ്മുടെ പ്രധാനമന്ത്രി പോയതുകൊണ്ട് ഇനി ഈ വർഷം അവസാനം ഉക്രൈനിലെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാദിമിർ സെലൻസ്കി ഈ വർഷം നമ്മുടെ നാട്ടിൽ വരുമെന്ന് ഒരു ഇതുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ നാട് ഇന്ത്യയിലോട്ട് അപ്പം നരേന്ദ്രമോദി സാറ് വിളിച്ചിട്ടുണ്ട്. അപ്പം പ്രത്യേക ക്ഷണപ്രകാരമാണ് അദ്ദേഹം വരുന്നത്. എത്രയും പെട്ടെന്ന് വരിക. അല്ലെങ്കിൽ ഈ ലോക നേതാക്കളെ ഡീൽ ചെയ്യാൻ മോദിജി എന്തൊക്കെ പറഞ്ഞാലും പണ്ട് നമ്മുടെ പുള്ളിയില്ലേ ഇപ്പൊ മത്സരിക്കുന്ന മൻമോഹൻ സിംഗ് ഒന്നുമല്ല, ഇപ്പൊ US ഇലക്ഷനുള്ള ട്രംപ് വന്നപ്പോ ഒക്കെ ഭയങ്കര സീനായിരുന്നു. ട്രംപ് വന്ന സമയത്ത് മറ്റേ അഹമ്മദാബാദിൽ അങ്ങോട്ടാണ് പുള്ളി വന്നത്. അപ്പം രണ്ട് സൈഡിലും ചേരിയൊക്കെ മറ്റേ പച്ച ഇതൊക്കെ ഇട്ട് മറച്ചു വെച്ച് അതും വലിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. രാജാവ് വരുമ്പോ മറച്ചു വെച്ചെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു. അത് വലിയ ഇതായിരുന്നു. മറച്ചു വെക്കാനാണ്, ഇന്ന് നന്നാക്കാനുള്ളൊരു ഇത് വേണ്ട. അതെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ കുറെ നാളുകളായിട്ട് എപ്പോഴും പറയുന്നതാണ്, മറ്റുള്ള രാജ്യങ്ങളിൽ അതായത് യൂറോപ്യൻ കൺട്രികൾ, എക്സ്പെഷ്യലി യൂറോപ്യൻ കൺട്രികളിലാണ് ഈ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി നമ്മൾ പറയുന്നതാണ്. അപ്പൊ കാനഡയിൽ അവർ നയം മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടുത്തെ പ്രസിഡന്റിന്റെ ചില കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനുള്ള സപ്പോർട്ട് പോലും പിൻവലിക്കപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ കാനഡയിലെ കുടിയേറ്റങ്ങളെ പറ്റിയിട്ടുള്ള നയമാറ്റങ്ങൾ, 18 മണിക്കൂറൊക്കെ അല്ലെങ്കിൽ 18 മാസമൊക്കെ ജോലി ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു സാഹചര്യമൊക്കെ നയമാറ്റം വന്നിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതിനെതിരെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കാനഡയിൽ നടക്കുകയാണ്. അല്ല, എല്ലാവർക്കും കൂടുതലും കാനഡയിലോട്ടാണ് എല്ലാവർക്കും പൊതുവേ താല്പര്യമുള്ളത്. പിന്നെ കാനഡയില് മലയാളി പാട്ടിട്ട് വിദ്യാർത്ഥികൾ ഡാൻസ് കളിക്കുന്നു. ബില്ലി ബില്ലി സലാം സലാം. അതേത് പാട്ട്? ഞാൻ പാടിയപ്പോ മനസ്സിലാവും. അല്ലെ പറഞ്ഞപ്പോ കുട്ടികൾ ആഘോഷിക്കുന്ന ഒരു റീലൊക്കെ ഞാൻ കണ്ടിരുന്നു. ആഘോഷവും അതുപോലെ തന്നെ അത് അതിൻ്റെ കടരുത്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ മലയാളികളോ ഇന്ത്യക്കാരോ ഒക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലബിലാണെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഭയങ്കരമായിട്ട് ഒച്ചയിട്ട് പാട്ടിടുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ഇത് കേട്ടിട്ടുണ്ട്. ഒരു പബ്ലിക് സ്പേസിലാണ് അവരത് ചെയ്യുന്നത്. ആഘോഷിക്കുന്നതാണ്, കുഴപ്പമില്ല. ഞാൻ കണ്ടെന്നുള്ള കാര്യം ഒന്ന് മെൻഷൻ ചെയ്തേ. അതെ. പ്രശ്നവും ഉണ്ട്, അതുപോലെ തന്നെ ഇതും ഉണ്ട്. അതായത് നമ്മൾ വിചാരിക്കുമ്പോ അവിടെ ഭയങ്കര പ്രശ്നമാണെന്ന് മാത്രം വിചാരിക്കരുത്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും പ്രശ്നങ്ങൾ നിൽക്കുന്നത്. അപ്പം ഇല്ല, നമ്മൾ അടിച്ചാക്ഷേപിക്കുന്നില്ല. അവസാനം വേറെ രാജ്യക്കാർ നമ്മൾ അടിച്ചാക്ഷേപിക്കാതിരുന്നാ മതി. അതെ. അതെ. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അർജുനന് വേണ്ടിയിട്ടുള്ള തിരച്ചിലില്ലേ, അതിന്റെ ഒരു കാര്യം അനിശ്ചിതത്വത്തിലാണ് എന്നുള്ളൊരു വാർത്തയും അതുമായിട്ട് വരുന്നുണ്ട്. ഒരു മാസത്തിന് ശേഷം ഒരു ന്യൂസ് ആയിട്ട് വന്നിട്ട് അല്ലല്ല, വരുന്നുണ്ടായിരുന്നു. സജീവമാകുന്നില്ല. അതെ. അപ്പൊ അതൊരു കാര്യമാണ്.
അതേപോലെ തന്നെ വേറൊരു കാര്യം, ഓണ വിപണിയിൽ ഭക്ഷ്യസുരക്ഷയുടെ പരിശോധനകൾ കർശനമാക്കി അല്ലെങ്കിൽ ശക്തമാക്കുന്ന ഒരു കാര്യം കൂടെ ഇതുണ്ട്. സ്പെഷ്യൽ അപ്പം അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സ്ക്വാഡുകളും ചെക്ക് പോസ്റ്റിൽ 24 മണിക്കൂർ വരെയുള്ള നോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ. അതെ അതെ എല്ലാ പരിശോധനയും നടത്തട്ടെ. പ്രത്യേകിച്ചും ഓണക്കാലത്ത് വരുന്ന അധികമായെത്തുന്ന പാൽ, ഭക്ഷ്യ എണ്ണകൾ, പപ്പടം, പായസം, മിശ്രിതം, ശർക്കര, നെയ്യ്, വിവിധതരം ചിപ്സ്, പച്ചക്കറികൾ, ചായപ്പൊടി, പരിപ്പ് വർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, മത്സ്യമാംസം തുടങ്ങിയവയുടെ ഉൽപാദന, വിതരണ, വിൽപ്പന കേന്ദ്രങ്ങളിലും ഹോട്ടൽ, ബേക്കറി, തട്ടുകടകൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകളിലും പരിശോധന ഉണ്ടാകും. പാക്കറ്റുകളിൽ നൽകുന്ന ഭക്ഷണപദാർത്ഥങ്ങളുടെ ലേബൽ വിവരങ്ങളും പരിശോധിക്കും. വീഴ്ച കണ്ടെത്തുന്നവർക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കും. കേട്ടോ? നല്ല കാര്യം. അതെ, പ്രതികരിച്ചാൽ കൊള്ളാം. നമ്മുടെ മുഖ്യമന്ത്രി രാജിവെക്കണം ആവശ്യപ്പെട്ട ഒരു യുവമോർച്ച നടത്തിയായിരുന്നല്ലോ, യുവമോർച്ച മാർച്ച്. അതിന് ഇപ്പൊ അവരെല്ലാം പോലീസ് എന്താണ് ഭയങ്കരമായിട്ട് ജലപീരങ്കി ഉപയോഗിച്ച് ശക്തമായിട്ട് പ്രതികരിക്കുകയാണെന്നുള്ളൊരു ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. ന്യൂസിനെതിരെ എന്തൊരു ജലപീരങ്കി നേരെ പ്രയോഗിച്ച് നിരവധി പേർക്ക്, അതായത് ജില്ലാ പ്രസിഡന്റിനടക്കം നിരവധി പേർക്കാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത്. എന്താല്ലേ? അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഹരിയാന തെരഞ്ഞെടുപ്പ് വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം ഹരിയാനയിൽ നമ്മുടെ വിനേഷ് ഫോഗട്ടും അല്ലെങ്കിൽ ബജ്രംഗ് പൂനിയയും ഒക്കെ BJPക്കെതിരായി വളരെ ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യമാണ് ഹരിയാന ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ കർഷകരും വളരെ ശക്തമായിട്ട് BJPക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം കർഷക വിരുദ്ധമായിട്ടുള്ള നടപടികളോ അല്ലെങ്കിൽ കർഷകരുടെ ആവശ്യങ്ങൾ വേണ്ടതുപോലെ അംഗീകരിക്കപ്പെടാത്തോ അല്ലെങ്കിൽ അതിനോടൊക്കെ സ്വീകരിക്കുന്ന ഒരു അവഗണനയൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായി കണക്കാക്കുന്നത്. ഈ സമയത്ത് ഈ ബ്രജ് ഭൂഷൺ, ഈ മനുഷ്യൻ ഭയങ്കര മോശമായിട്ടുള്ള പരാമർശങ്ങളാണ് വിനേഷ് ഫോഗട്ടിനെതിരെയൊക്കെ ഉയർത്തിവിടുന്നത്. വിനേഷ് തോറ്റതിന് നമുക്ക് എല്ലാവർക്കും വേദനയുള്ള കാര്യമാണ്. ലൈക്ക് അത് കണ്ണീരോടെ അല്ലാതെ ഏതെങ്കിലും ഇന്ത്യക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ബ്രജ്ഭൂഷൺ മാത്രമായിരിക്കും. അതെ, അപ്പൊ പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുള്ളി പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ പറഞ്ഞ സംസാരം ഇതാണ്. അതായത് വിനേഷ് ഇസ് ലൈക്ക് എന്താ പറയാ, മഹാഭാരതത്തിലെ ദ്രൗപദിയെ പോലെയാണ്. ഇവരെ കോൺഗ്രസ് ദ്രൗപദിയെ പാഞ്ചാലി യൂസ് ചെയ്ത പോലെ യൂസ് ചെയ്യുകയാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇയാൾ നിരന്തരം പറയുന്നത്. എവിടെ മത്സരിച്ചാലും വിനേഷ് ജയിക്കില്ല, അവള് കള്ളത്തരം കാണിച്ചാണ് ഗുസ്തി മത്സരത്തിൽ പോയത്, അതുകൊണ്ടാണ് അവള് തോറ്റത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള എന്താ പറയാ പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. കേന്ദ്ര നേതൃത്വം, BJP നേതൃത്വം മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് പോലും മിണ്ടാതിരിക്കാൻ പറ്റാതെയാണ് ഈ മനുഷ്യൻ ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പം അതെ ഒന്ന് ആലോചിച്ച് നോക്ക്, പുള്ളി ചവിട്ടി മെതിക്കാൻ ശ്രമിച്ച ആളുകൾ പുള്ളിക്ക് ഒപ്പം എത്തുന്നൊരു ലൈക്ക് ഇലക്ഷനും ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവര് MLA MP ഒക്കെ ആയി അവര് വലിയ പൊസിഷനിലോട്ട് എത്തും. അപ്പൊ അതിന്റെ ഒരു ഭയം എന്തായാലും ഇവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഫ്രസ്ട്രേഷനിലായിരിക്കും ആൾ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ബ്രജ്ഭൂഷന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുമെന്നാണ് വിനേഷ് ഫോഗട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം വിനേഷ് ജയിക്കുകയാണെങ്കിൽ അത് വളരെ വലിയൊരു ഇമ്പാക്ട് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇയാൾക്കൊക്കെ എതിരെ നിന്ന് ജയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെനിക്കാ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇപ്പം വിനേഷ് ഇലക്ഷൻ അല്ലെങ്കിൽ കോൺഗ്രസിലോട്ട് വരുവാന്ന് തന്നെ പറഞ്ഞപ്പോൾ തന്നെ അവരുടെ റെയിൽവേയിലുള്ള ജോലിയുടെ കാര്യത്തിലൊരു ഇതായതാണ്. അപ്പൊ തന്നെ അവർ റെയിൽവേയിൽ ജോലി വേണ്ടാന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് വിരമിക്കാനുള്ള കാര്യങ്ങളും ചെയ്തതാണ്. അപ്പം അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം 3 മാസത്തെ നോട്ടീസ് കാലാവധി റദ്ദാക്കി റെയിൽവേ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അവര് അത് അംഗീകരിച്ചതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഇവര് മത്സരിക്കും, മത്സരത്തില് വിജയിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ ഒരു അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഹരിയാനയിൽ
കോൺഗ്രസിന്റെ ഒപ്പം AAP, അതായത് അവർ സഖ്യമായി ചേർന്ന് മത്സരിക്കും എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ആ വാർത്തകൾ നിഷേധിച്ചിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷക സംഘടനകളുടെ സപ്പോർട്ടും അതേപോലെ തന്നെ വിനേഷ് ഫോഗട്ടിന്റെ അടക്കമുള്ളവരുടെ സപ്പോർട്ടും കടുത്ത ജനവിരുദ്ധ, അതായത് ഒരു എന്താ പറയാ, ജനങ്ങൾക്കിടെ ഇടയിലൊരു ഭരണവിരുദ്ധ വികാരമുള്ളത് കൊണ്ട് തന്നെ സുഖമായി സ്വയം ജയിച്ചു പോകും എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. അപ്പം മുതിർന്ന നേതാക്കളൊക്കെ ആ വിജയ സാധ്യത പറയുന്നത് കൊണ്ടുകൂടി തന്നെ കോൺഗ്രസ് AAPയുമായിട്ട് സഖ്യത്തിൽ വരില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഓക്കെ, ഇന്ന് നമ്മുടെ വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ്. അതായത് നമ്മുടെ വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് കേരളത്തിലെ ആത്മഹത്യാ കേസുകൾ വർദ്ധിക്കുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 5 വർഷത്തെ കണക്കനുസരിച്ച് 364 പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ട് 36,213 പേരാണ് ജീവൻ ഒടുക്കിയിട്ടുള്ളത്. അതിൽ 21,476 പേര് പുരുഷന്മാരും 5,585 പേർ സ്ത്രീകളും 600 പേര് കുട്ടികളുമാണെന്നാണ് വിവരാവകാശ കമ്മീഷൻ രേഖകൾ വ്യക്തമാക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു വളരെയധികം ആത്മഹത്യ അതായത് വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ 27% ആത്മഹത്യ നിരക്കൊക്കെ പ്രീവിയസ് ഇയറിനെ വെച്ച് നോക്കുമ്പോൾ കൂടിയിരിക്കുന്നത്. മാനസികവും ശാരീരികവുമായിട്ടുള്ള പല കാര്യങ്ങളും, അതായത് മാനസിക പ്രശ്നങ്ങൾ വേണ്ട രീതിയിൽ ഡീൽ ചെയ്യാത്തൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത്. ഒരു ഡിപ്രസീവ് ഫീച്ചറുള്ള ആളാണെങ്കിൽ അത് വേണ്ട രീതിയിൽ സമൂഹം അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന, പലപ്പോഴും അയാൾക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ സൂയിസൈഡൽ അറ്റംപ്റ്റ് അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം 2020 8,500 പേര്, 2021 9,549, 2022 10,162 പേരും, 2023 10,843 പേരുമാണ് മരിച്ചിട്ടുള്ളത്, അതായത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എന്റെ അമ്മ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കാം. വേറൊരു വാർത്ത എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണോ എന്ന് എനിക്കറിയില്ല, ചില സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ട് കേൾക്കാറുണ്ട്. ഹിന്ദു സംഘടനകളുടെ ഭീഷണിയെ തുടർന്ന് 20 വർഷമായി നടത്തി വന്ന ഹോട്ടലിന്റെ പേര് മാറ്റാൻ നിർബന്ധിതനായിരിക്കുകയാണ് അതിന്റെ ഉടമ. ഉത്തർപ്രദേശിലാണ് സംഭവം. ഡൽഹി ഡെറാഡൂൺ പാതയിലെ രാംപുരിയിൽ ഹോട്ടൽ നടത്തുന്ന മുഹമ്മദ് സലീമിനാണ് ഈ ദുരവസ്ഥ വന്നിരിക്കുന്നത്. സംഗം ശുദ്ധ് ശാകാഹാരി ഭോജനശാല എന്നായിരുന്നു ഹോട്ടലിന് സലീം നൽകിയ പേര്. ഇത് സലീം ദാബ എന്ന് മാറ്റുകയായിരുന്നു. പ്രാദേശിക ആശ്രമത്തിലെ സന്യാസികളടക്കം ഭീഷണി ഉയർത്തിയതിനെ തുടർന്നാണെന്നാണ് പറയുന്നത്. എന്തല്ലേ ചെറിയ ചെറിയ കാര്യം. 20 വർഷമായിട്ട് അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തി വന്നിട്ട് അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊക്കെ നേരിടേണ്ടി വരുന്നത്. എന്തുവാ ഇതിനൊക്കെ പറയാ. ഗണേശ ഘോഷയാത്രയിൽ മധ്യപ്രദേശിലും ഗുജറാത്തിലും സംഘർഷം എന്നുള്ള വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ UPയിൽ നിന്ന് പുറത്തു വരുന്ന വേറൊരു വാർത്ത, ചില സമയത്തൊക്കെ നിർവികാരമായിട്ട് മാത്രമേ നമുക്കത് പറയാൻ സാധിക്കുന്നുള്ളൂ. കാരണം അങ്ങനെയാണ് വേണ്ട രീതിയിൽ ആ പ്രശ്നങ്ങളെ നേരിടാത്തതുകൊണ്ട് നമുക്ക് തോന്നുന്നത്. UPയിൽ ദളിത് പെൺകുട്ടി വീണ്ടും പീഡനത്തിന്, കൂട്ടബലാത്സംഗത്തിന്. അത് അങ്ങനെ വരാത്തൊരു ദിവസം അങ്ങനെ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഇന്ന് അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല എന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊന്നും അങ്ങനത്തെ ന്യൂസ് ഇല്ല, ഓക്കെ ഒരു സന്തോഷമായിരിക്കും വിചാരിച്ചപ്പോൾ ദൈവം എന്താ അല്ലേ. അതെ, അപ്പം പെട്ടെന്ന് സ്പോർട്സ് പറഞ്ഞു തീർക്കാം, സമയമില്ല. തീർച്ചയായിട്ടും പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, കാരണം വിശദമായി പറഞ്ഞിരുന്ന ആള് നമ്മളോട് ഇല്ല. അതെ അതെ, സ്പോർട്സ് ഒട്ടും അറിയത്തില്ല. എനിക്കും. കേരള സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കോഴിക്കോട് FCക്ക് ആദ്യ മത്സരം. കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞാൽ ഫുട്ബോളിന്റെ മെയിൻ ആണ് കേട്ടോ. അപ്പം കോഴിക്കോട് രാത്രി 7 മുതൽ നടക്കുന്ന മത്സരത്തിൽ ട്രിവാൻഡ്രം കൊമ്പൻസിനെ ആയിരിക്കും കോഴിക്കോട് FC നേരിടാൻ പോകുന്നത്, കാലിക്കറ്റ് FC നേരിടാൻ പോകുന്നത്. പിന്നെ ആ മത്സരം കാണും. പിന്നെ അടുത്തത് കേരള സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ 2ാം മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സിന് ജയം. തൃശ്ശൂരുമായുള്ള മത്സരത്തിൽ കണ്ണൂർ ജയിച്ചിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടുത്തത്
ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 2024-25 ISL സീസൺ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആരാധകരെ നേരിട്ട് കണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം. കൊച്ചി ലുലു മാളിൽ നടക്കുന്ന മീറ്റ് ദ ബ്ലാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ മഞ്ഞപ്പടയുടെ ആവേശം അലയടിച്ചു. തിരുവോണ നാളിൽ കല്ലൂർ സ്റ്റേഡിയത്തിൽ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നതിന് മുന്നോടിയായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ആരാധകരെ നേരിൽ കാണാനെത്തിയത്. അപ്പോൾ തിരുവോണ നാളിൽ വേറൊരു സന്തോഷം, എല്ലാരും കൂടെ അങ്ങോട്ട് ചെല്ലുമായിരിക്കില്ലേ. ഓണത്തിനപ്പം തിരക്കാകും. എനിവേസ് അതൊക്കെയാണ് സ്പോർട്സിലേക്ക് പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ വേറൊരു കാര്യം നമ്മളെപ്പോഴും പറഞ്ഞതാണ്, ടോൾ പ്ലാസകളിൽ കേന്ദ്രത്തിന്റെ കൊള്ള സങ്കേതങ്ങളാണെന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ഇന്ന് മുതൽ വീണ്ടും ടോൾ വർധനവുണ്ടാകും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പിഴിഞ്ഞ് മതിയായില്ലടേ. കിട്ടു മറ്റേ സിനിമയിൽ പറയുന്ന പോലെ 500 രൂപ 2-3 നോട്ട, അതിനകത്ത് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് തീരുമ്പോ സർക്കാർ ഫൈൻ അടിച്ചു വരുമ്പത്തേനും അല്ല അത് വേണം നമ്മുടെ സുരക്ഷ. ഇതൊക്കെ ടോൾ പ്ലാസയിലൊക്കെ പ്ലാസകളിലൊക്കെ ഇത്ര കൊടുക്കും. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകളെല്ലാം ഏകദേശം ഒരു ദൈവമേ നിനക്ക് വീണ്ടും ആശംസകൾ. അപ്പോ പാട്ടായിരിക്കും ഇനി ട്രോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ദൈവമേ. അതെ അപ്പൊ അല്ല, ഒരു കുഞ്ഞു പാടിയ പാട്ടാണ്, ഞങ്ങളത് പറഞ്ഞേ ഉള്ളൂ. അതെ, അപ്പം വെള്ളാപ്പള്ളി നടേശന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച നമ്മുടെ ജോസിനും എല്ലാവിധ ബർത്ത്ഡേ വിഷസ് ഞങ്ങൾ നേരുന്നു. നമുക്കൊരു മുട്ടായി പോലും തന്നിട്ടും ഇല്ല. അപ്പൊ വേണ്ട, ചെലവ് ചെയ്താൽ മതി. മുട്ടായി വേണ്ട. ഓക്കേടാ, ശരി, ഇതൊക്കെ ചോദിച്ചവര്. അപ്പം എന്തായാലും നല്ലൊരു ചൊവ്വാഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പം 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ പടം റിലീസ് ചെയ്യും. അതെ, കിഷ്കിന്ധാകാന്ഡം. അതെ, അപ്പൊ കിഷ്കിന്ധാകാന്ഡം അതെ, ട്രെയിലറൊക്കെ ഇറങ്ങിക്കോ, അടിക്കുന്നുണ്ട്. എല്ലാരും പോയി കാണുക. അപ്പം ഇന്നത്തെ വാർത്തകൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായി. അപ്പം പോട്ടെ, ബൈ. ബൈ.